സഹായങ്ങളൊന്നും അല്ലെങ്കിൽ സാമ്പത്തികമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഏത് തരത്തിലാണ് നിർവഹിക്കേണ്ടതെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അവിടെ നിന്നും ക്രമപ്രവൃദ്ധമായിട്ട് ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടും അതനുസരിച്ച് ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ട് ഭഗവാനെ അർച്ചിക്കുന്നതായ ആ തന്ത്രമുഖന്മാരുടേതായ സഹകരണം കൊണ്ടുമൊക്കെ ക്ഷേത്രത്തിനുണ്ടായതായ പരിവർത്തനങ്ങൾ, വികാസം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ളതായ ക്ഷേത്രാങ്കണത്തിൽ വരുന്ന സമയത്തും ആ കാര്യങ്ങൾ ചിത്തസമർപ്പണം ചെയ്തുകൊണ്ട് നമ്മൾ വ്യാപരിക്കുന്നതായ സന്ദർഭത്തിലെല്ലാം നമുക്ക് സന്തോഷമുണ്ടാവുന്നുണ്ട്. ഭഗവാന്റെ കൈങ്കര്യക്കാരാണ്, ദാസന്മാരാണ്, ഭഗതന്മാരാണ് എന്നുള്ള ഭാവനയോട് കൂടിയിട്ട് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആനന്ദമുണ്ടാവുന്നു, കൃതാർത്ഥത ഉണ്ടാവുന്നുണ്ട്, ഒരു പരിപൂർണതാ ബോധമുണ്ടാവുന്നുണ്ട്. എങ്കിലും ലോകജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ഏതെല്ലാം തരത്തിലുള്ളതായ ക്ലേശഭൂയിഷ്ടമായ സാഹചര്യങ്ങളാണ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് എന്ന് നമുക്കറിയാം. ആ സമയത്ത് പലപ്പോഴും നമ്മൾ തളർന്നു പോകാറുമുണ്ട് എന്ന്. അപ്പം അത്തരത്തിലുള്ളതായ തളർച്ച ഉണ്ടാവുന്ന സമയത്തും വാസ്തവത്തിൽ നമുക്ക് ആശ്രയമായിട്ടുള്ളത് സർവാശ്രയഭൂതനായ ഭഗവാൻ മാത്രമാണ്. ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പലതരത്തിലുള്ളതായ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയം പലരുടെയും വേർപാടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ അസുഖബാധിതരായിട്ടിരിക്കുന്നതായ വ്യക്തിത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ മല്ലടിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭം, അതിൽ വേദനാജനകമായ മനോഭാവത്തോടൊക്കെ പലരും സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞുമാണ്. ഇതെല്ലാം സാർവത്രികമായിട്ട് ലോകത്തിൽ നടക്കുന്നതാണ്. വൃദ്ധിക്ഷയങ്ങൾ ലോകത്തിൻ്റെ സ്വഭാവമാണ് എന്നർത്ഥം. ജനനം പോലെ തന്നെ മരണവും കൃത്യസമയത്ത് തന്നെ നിർവഹിക്കപ്പെടും. അത് കാലസ്വരൂപനായ ഈശ്വരൻ്റെ നിയതിക്ക് അനുസരിച്ചിട്ട് മാത്രമാണ് വാസ്തവത്തിൽ നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഈദൃശമാണ് നടക്കുന്നത് എങ്കിലും ഉൾക്കൊള്ളേണ്ടതായ സാഹചര്യം വരുമ്പോൾ അത്തരത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ലാഘവത്തോടു കൂടിയിട്ട് അപ്പം ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണ്, അത് കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് നമുക്ക് ആ പ്രവൃത്തിയിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും പതറിപ്പോകുന്ന, ദുഃഖിക്കുന്ന, ക്ലേശിക്കുന്ന, അതോടുകൂടി മറ്റു തരത്തിൽ ചിന്തിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്നതായിട്ട് കാണാം. അപ്പം അത് ഉപരിപ്ലവമായിട്ട് മാത്രമുള്ളതാണെന്നർത്ഥം. ഒരു കുളത്തിൻ്റെ കരയ്ക്ക് പോയിരുന്നു കഴിഞ്ഞാൽ അതിൽ ഓളങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാം. സാഹചര്യത്തിനനുസരിച്ച് ഓളം ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ ജലത്തിൽ നന്യമായിട്ടല്ല വാസ്തവത്തിൽ ആ തിരകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ജലത്തിൽ തന്നെയാണ് ഉണ്ടാവുന്നതാണ്. അപ്പം അതിലേതെങ്കിലും തരത്തിലുള്ളതായ ഒരു ക്ഷോഭം ഉണ്ടാവുന്ന സമയത്ത് ആ ഓളം ഉണ്ടാവുന്നുണ്ടെങ്കിലും വീണ്ടും അത് ആ ജലമയമായിരിക്കുന്ന ഭാവത്തിലേക്ക്, ശാന്തസുന്ദരമായ ഭാവത്തിലേക്ക് പോകുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനോവൃത്തികളും ഏതാണ്ട് ഇത്തരത്തിൽ തന്നെയാണ്. മനസ്സിൽ വികല്പത്തോടു കൂടിയതായ സങ്കല്പങ്ങൾ സദാപി ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ചിലപ്പം രൂക്ഷമായിരിക്കും, ചിലപ്പോൾ സാവധാനതയിലായിരിക്കും, ചിലപ്പോഴോ അങ്ങനെ അടങ്ങിയിരിക്കും. എങ്കിലും ഇതെല്ലാം സാർവത്രികമായിട്ട് സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നതായ സാഹചര്യങ്ങൾ. അപ്പോൾ അതിനെ ജയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മനോനാശവും വാസനാക്ഷയവും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഈശ്വരൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ശാസ്ത്രവും ആചാര്യന്മാരും നമ്മളോട് പറയുന്നു. അപ്പം മനോനാശമുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല, അതൊരു കാലത്തും സാധിക്കില്ല. ഒരു പക്ഷേ കാറ്റിനെ പിടിച്ച് കെട്ടാനായിട്ട് കഴിഞ്ഞാലും മനസ്സിനെ പിടിച്ച് കെട്ടാനായിട്ട് സാധിക്കില്ല. അത്ര ശക്തമാണ് മനസ്സിൻ്റെ സ്വഭാവം. അപ്പം അങ്ങനെയുള്ള മനസ്സിനെ തമോ ഗുണപ്രധാനമായിരിക്കുന്ന ഭാവത്തിൽ നിന്നും രജോ ഗുണപ്രധാനമായിരിക്കുന്ന ഭാവത്തിൽ നിന്നും വിഷയലാലസകളിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കാനായിട്ട് കഴിഞ്ഞിട്ട് സാത്വികമായ ഭാവത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. പ്രഭാതം തൊട്ടിട്ട് ഗണപതി സുഹോമം തൊട്ട് ഏതെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു, ഭഗവാൻ സന്തോഷിക്കണം എന്നുള്ള ഒരേ സങ്കല്പത്തിൻ്റെ ശക്തിയിലാണ്, നിർവിഘ്നമായ പരിസമാപ്തി ഉണ്ടാകണമെന്ന സങ്കല്പത്തിലാണ്, നാടിൻ്റെ നന്മയും ഐശ്വര്യവും വേണ്ട തരത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകണമെന്നുള്ള സങ്കല്പത്തിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എന്നുള്ള സങ്കല്പത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അത് സാത്വികമായ സങ്കല്പമാണ്.
ആ സാത്വികമായ സങ്കല്പം അഖണ്ഡാകാര വൃത്തിയോട് കൂടിയിട്ട് തീരുന്നതിൻ്റെ ഫലമായിട്ടോ അത് ഭഗവാനുമായിട്ട് ലയിക്കുന്നതായ സന്ദർഭം, ഭഗവതാകാര വൃത്തിയായിട്ട് തീരുന്നതായ സാഹചര്യം അതുണ്ടാവുമ്പോഴോ നമുക്കെല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും കൃതാർത്ഥതയും ഒരു പരിപൂർണതാ ബോധവും അതോടുകൂടി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ധാരാളമുണ്ട്, ഭഗവാൻ തന്നെ കാത്തുകൊള്ളും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് ജീവിക്കാനുള്ളതായ ഒരു ശക്തിയും നമുക്കുണ്ടാക്കി തീർക്കാനായിട്ട് സാധിക്കുന്ന. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വർഷം തോറും ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ വാർഷിക അവസാനമാകുമ്പോഴത്തേക്കും എന്തൊക്കെ തരത്തിലുള്ളതായ അശുദ്ധികളുണ്ട് അതൊക്കെ തീർക്കാനുള്ളതായ ശുദ്ധികർമ്മങ്ങളും തുടർന്ന് കലശങ്ങളുമൊക്കെ കഴിയുന്നതോട് കൂടിയിട്ട് ആ നവീനമായ ഭാവത്തെ വീണ്ടും നമ്മൾ അവിടെ പുനരുജ്ജീവിപ്പിക്കുന്നതായ സന്ദർഭമാണ് ഉണ്ടാവുന്നത്. അപ്പം അതുപോലെ ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ബാലന്മാർക്കായാലും ബാലികമാർക്കായാലും ഒരു തരത്തിലുള്ള ചിന്ത പ്രൗഢമാകുന്നതോടു കൂടിയിട്ട് മറ്റൊരു തരത്തിലുള്ളതായ ചിന്തകൾ, അതുപോലെ യൗവനാവസ്ഥയിലേക്ക് വരുമ്പം ഒരു തരത്തിലുള്ള ചിന്തകൾ, വാർദ്ധക്യത്തിലേക്ക് വരുന്നതായ സന്ദർഭത്തിൽ ഒരു തരത്തിലുള്ളതായ ചിന്തകൾ, ഇത്തരത്തിലുള്ളതായ ചിന്തകൾക്ക് അന്തമില്ലാതെ കണ്ട് ആ ചിന്തകളെല്ലാം നമ്മളെ അലട്ടുന്നതായിട്ട് കാണാം. 99 വയസ്സായാലും 100 വയസ്സായാലും ഞാനെന്ന് പറയുന്ന ഭാവത്തിന് വാസ്തവത്തിൽ ഒരു തരത്തിലുള്ളതായ വ്യത്യാസവുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പം ഞാനെന്നുള്ള ഭാവനയോടുകൂടി ആ ജീവസ് നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ടെങ്കിൽ ജീവോ ബ്രഹ്മൈവനാപര, ജീവൻ ഈശ്വരന് അന്യമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരിക. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കാനൊരവസരം, ഭാരതഭൂമിയിൽ ജന്മം കിട്ടാനുള്ളതായ ഒരു സന്ദർഭം, അതും മനുഷ്യജന്മം കിട്ടാനുള്ളതായ സാഹചര്യം, ആ കാര്യാകാരി വിചക്ഷണത്തോടു കൂടിയിട്ട് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കി ചുവട് വെക്കാനുള്ളതായ സന്ദർഭമൊക്കെ കിട്ടിയിട്ടുള്ള നമ്മൾ എത്ര കണ്ടിട്ട് ധന്യന്മാരാണ്. മനുഷ്യജന്മികളെ എന്നല്ലേ നമ്മളെ സംബോധന ചെയ്യുന്നതാണ്. അപ്പം അത്തരത്തിലുള്ളതായ മനുഷ്യജന്മം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പൂർവജന്മ സുഹൃതം കണ്ടും ആ ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും മാത്രമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഗുരുക്കന്മാരിലൂടെ ഈശ്വരതത്വം വേണ്ട തരത്തിൽ മനസ്സിലാക്കി ഈശ്വരൻ സന്തോഷിക്കണേ എന്നുള്ള തരത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിഞ്ഞാൽ ഉത്സാഹത്തോടു കൂടി ഇരിക്കാൻ സാധിക്കും, തൃപ്തിയോടുകൂടി ഇരിക്കാൻ സാധിക്കും, ചെയ്യേണ്ട കാര്യങ്ങൾ സാഹസത്തോടു കൂടിയിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഉത്സാഹം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമ ഷടേതേ എത്ര വർത്തന്തേ തത്ര ദേവോവേ തിഷ്ഠതി, അവിടെയാണ് ഭഗവാന്റെ സാന്നിധ്യം വേണ്ട തരത്തിൽ വിളങ്ങുകയും ചെയ്യുവാണ്. അപ്പം അതിനുള്ളതായ ഒരു സാഹചര്യം ഈശ്വരൻ്റെയും ഗുരുനാഥന്മാരുടെയും അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു എന്ന് നമ്മൾ ആദ്യം വിശ്വസിച്ചുറപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കഴിയുന്ന. പലരും നമ്മളെക്കുറിച്ചിട്ട് പരദൂഷണം പറഞ്ഞെന്ന് വരാം. അവരുടെ വാക്ക് കേട്ടിട്ട് ഒരിക്കലും നമ്മൾ ക്ഷോഭിക്കാനായിട്ട് പോവുകയോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായി പോയല്ലോ എന്ന് ചിന്തിക്കാനായിട്ട് ഒരിക്കലും ഇടയാകരുത് എന്ന് കാണിക്കാം. പറയുന്നത് കേൾക്കാനും ആ സന്ദർഭത്തിൽ നാമം ജപിക്കാനും കാലം കൊണ്ടിട്ട് അവർ മനസ്സിലാക്കിക്കോളും എന്നുള്ള തരത്തിനെ ഉൾക്കൊള്ളാനും കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീരാനായിട്ടിടയാം. അതോടൊപ്പം തന്നെ എനിക്ക് ഒരു തരത്തിലുള്ളതായ കഴിവുമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയല്ലേ എന്നെക്കൊണ്ട് ആവുന്നുള്ളൂ എന്നുള്ള തരത്തിൽ സ്വയം പരിതപിക്കുന്നതായൊരു സ്വഭാവവും നമുക്കുണ്ടെന്നാണ്. അപ്പം അങ്ങനെ സ്വയം പരിതപിക്കുന്നതായ ഒരു ജീവനെ ഒരിക്കലും ആ കുഴിയിൽ നിന്നും ആ പരിതപനത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പം ആ ഒരു ചിന്തയും വാസ്തവത്തിൽ അസ്ഥാനത്ത് തന്നെയാണ്. ജീവോ ബ്രഹ്മൈവനാപര, എല്ലാവരുടെയും അന്തര്യാമിയായിരിക്കുന്നത് അവിടുന്ന് തന്നെയാണ് എന്ന് ഭഗവാൻ നമ്മളെ ബോധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് നമ്മളിൽ ഓരോരുത്തരുമുള്ളത്. അതിനെ വേണ്ട തരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ സംശീകരിക്കാനായിട്ട് സാധിച്ചാൽ നമുക്കുള്ളതായ കഴിവ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനും ആ കഴിവിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഉദ്ധരണത്തിന് വേണ്ടിയിട്ടും ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ അനന്തമായ സാധ്യതകളിലേക്ക് ഉയരാനുള്ളതായ സാധ്യതകൾ ഓരോ ജീവനിലും വാസ്തവത്തിൽ അന്തർലീനമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അതിനെ ഉണർത്തേണ്ടതിന് പകരം മറ്റുള്ളവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ കാണുന്നു,
അല്ലെങ്കിൽ എനിക്ക് അവർ പറയുന്നത് പോലെയുള്ളതായ ദോഷദൂഷിതമായ കാര്യങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ ചിന്തിച്ച് സ്വയം നമ്മളെ ഇകഴ്ത്തി കാണിച്ചു കഴിഞ്ഞാലോ അതിലൂടെയാണ് എല്ലാ തരത്തിലുള്ളതായ അനർത്ഥങ്ങളും നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഏതായാലും പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഇവിടെ എല്ലാ വർഷവും സപ്താഹം നടക്കാറുണ്ട്. ഇപ്പോൾ ശ്രീമദ് ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷശാസ്ത്രമാണ്. അപ്പോൾ ആ ശാസ്ത്രത്തിൻ്റേതായ കേൾവി കൊണ്ടിട്ട് തന്നെ നമുക്ക് ഭഗവാനിൽ ഭക്തി വളർത്താനും ഒപ്പം ജ്ഞാനവൈരാഗ്യങ്ങളും ഉണ്ടാക്കി തീർക്കാനായിട്ടും സാധിക്കുമെന്നതാണ് വസ്തുത. എത്ര പേരതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. ഏതായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ വേണ്ട തരത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിനെ വേണ്ട തരത്തിൽ ശ്രമിക്കാനുള്ളതായ ഒരു കാര്യം, ഒരു ചിത്ത സംസ്കാരം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ശ്രവണമാത്രേണ ആ ശ്രവണം കൊണ്ടിട്ട് തന്നെ പരമാർത്ഥ പ്രാപ്തി ഉണ്ടാക്കി തീർക്കാനും അതിനു വേണ്ട ഗുണഗണങ്ങളായ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെ വേണ്ട തരത്തിൽ വിവർദ്ധമാക്കി തീർക്കാനും നമുക്ക് സാധിക്കും. അപ്പം അതിനുള്ള അവസരം വേണ്ട തരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതും വളരെ വിശേഷമായിട്ടുള്ളതായ കാര്യമാണ്. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭക്തന്മാരാണ്. അപ്പം നമ്മുടെ ഭക്തിയെക്കുറിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചു കഴിഞ്ഞാലോ നമ്മൾ എന്താ പറയുക? അത് വേണം, ഇത് വേണം, കാലത്തിനനുസരിച്ചുള്ളതായ കാര്യങ്ങൾ വേണം എന്നുള്ള തരത്തിൽ ഒരു കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന തരത്തിലാണ് നമ്മൾ ഭഗവാന്റെ അടുത്തും വരികയും ഓരോ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്നത്. അതിനെ ഭക്തി എന്ന് പറയാൻ സാധിക്കുമോ? താമസികമായ ഭക്തി, രാജസികമായ ഭക്തി, സാത്വികമായ ഭക്തി, അനന്യമായ ഭക്തി എന്നൊക്കെ പറഞ്ഞ് ഭക്തന്മാരെ നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കുന്ന അപ്പം അനന്യമായ ഭക്തിയാണ് താനും ഈശ്വരനും ഒന്ന് തന്നെയാണ് എന്നുള്ളതായ അറിവാണ് വാസ്തവത്തിൽ നമുക്ക് അനന്യമായ ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈശ്വരൻ തന്നെയാണ് തൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഭാവം നമുക്കുണ്ടെങ്കിലോ നമുക്കതനുസരിച്ചുള്ളതായ ആന്തരികമായ ശുദ്ധി ഉണ്ടാവും. ബാഹ്യമായ ശുദ്ധിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കും. നല്ല സാത്വികമായ ചിന്തയോട് കൂടിയിട്ടിരിക്കും. സാത്വികമായിരിക്കുന്ന ആഹാരം കഴിക്കും. ആ ആഹാരത്തിനനുസരിച്ചുകൊണ്ട് മാനസികമായ വൃത്തികളും സാത്വികമായിട്ട് തീരുകയും അങ്ങനെ ജീവിതം ധന്യധന്യമാക്കി തീർക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു തരത്തിലുള്ളതായ മ്ലാനപതനത്വം അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്നതായ ഒരവസ്ഥ അവനൊരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം, പാപക്ഷയം ഉണ്ടാവണം, നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാനുള്ളതായ സാഹചര്യം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരും വാസ്തവത്തിൽ സാത്വികമായ ഭാവനയോട് കൂടിയിട്ട് ഭജിക്കുന്നവരാണെന്ന്. അപ്പം അതെല്ലാം കിട്ടിയാൽ നമുക്ക് തൃപ്തിയായിട്ടിരിക്കാനായി സാധിക്കുമോ? അതുകൊണ്ട് മാത്രം ഒരു ജീവന് തൃപ്തിയായിട്ടിരിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാം റെഡിയായിട്ടിരിക്കുമ്പോഴാണ് അടുത്തയാൾ വന്ന് അടുത്ത ലോകത്തേക്ക് വന്നോളൂ എന്ന് നമ്മോട് പറയുന്നതെന്ന്. അപ്പം ജാതസ്യ ധ്രുവോ മൃത്യു, ജനിച്ചവർക്ക് ഓരോരുത്തരക്കം ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോവുകയുള്ളൂ എന്നുകൊണ്ടിട്ട് എന്ത് ചെയ്യണം? ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവോ, അതുകൊണ്ട് മാം ഭജസ്വ, എന്നെ ഭജിക്കുന്നവരായിട്ട് തീരണം. അനന്യമായിട്ട് ഭഗവാനെ വൃദ്ധിയുള്ളപ്പോഴും ക്ഷയമുള്ളപ്പോഴും ലോകത്തിലുണ്ടാവുന്ന ഏത് സന്ദർഭത്തിലും നമുക്ക് ഭഗവാനെ മറക്കാതെ കണ്ട് ഹൃദയാദിവാസ എന്ന ദ്രൗപദീ ദേവി ഏത് തരത്തിലാണോ ഭഗവാനെ ആശ്രയിക്കുകയും വിളിക്കുകയും ചെയ്തുള്ള അത്തരത്തിൽ ആശ്രയിക്കാൻ കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് നമുക്ക് കൊണ്ടുതരും. അതോടൊപ്പം തന്നെ ഈശ്വരനിൽ അനന്യമായ ഭാവമുണ്ടാക്കാൻ ആ സാഹചര്യങ്ങളൊന്നും എല്ലാം കാരണമായിട്ട് തീരുകയും ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ളതായ ഭക്തിയുടെ സോപാനമായിട്ട് ആ സാഹചര്യം ഓരോന്നും തീരുകയും ചെയ്യും. അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കണം. അതിനെയാണ് വാസ്തവത്തിൽ യഥാർത്ഥമായിരിക്കുന്ന ഭക്തി എന്ന് പറയുന്നത്. അനന്യമായിട്ട് നിരപേക്ഷമായിട്ട് തനിക്കൊന്നും ആവശ്യമില്ല, ഭഗവാന്റെ കടാക്ഷമെന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് വേണ്ടത് എന്നുള്ള തരത്തിൽ പൂർണ്ണമായ ശരണാഗതി ഭഗവാന്റെ അടുത്ത് ചെയ്യാൻ കഴിഞ്ഞാലോ അതുകൊണ്ട് നമ്മളെല്ലാം സമ്പാദിക്കാൻ കഴിയുന്ന ദ്രൗപദീജ പരിത്രാത ഏന കൗരവ കശ്മല, കൗരവന്മാരുടെ കശ്മലം കൊണ്ടിട്ട് ദ്രൗപദീ ദേവിയുടേതായ പത്താക്ഷേപമൊക്കെ നടക്കുന്ന സമയത്ത് ദ്വാരകാധീശ എന്ന് വിളിച്ചു. അതുപോലെ പലതരത്തിലും ഭഗവാനെ സംബോധന ചെയ്തതിന് ശേഷം
ഹൃദയാദിവാസ എന്നുള്ള തരത്തിൽ സംബോധന ചെയ്തതോടു കൂടിയിട്ട് വസ്ത്രങ്ങൾ അനസ്യൂതമായിട്ട് ദേവിക്ക് ലഭിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതല്ലേന്ന്. അതുപോലെ വ്യാധൻ ശബരി മുതലായിരിക്കുന്ന പ്രാകൃത ഭക്തന്മാർ പഴമൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിലും കടിച്ചു നോക്കിയിട്ട് അതിന് പക്വമാണോ മധുരമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ശബരിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഭക്തിയിൽ നിന്ന് അവർക്ക് അനന്യമായ ഭാവനയിലേക്ക് വരാനുള്ളതായ അവസരം ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സാഹചര്യമൊക്കെ സാമാന്യേന നമുക്കെല്ലാവർക്കും ആ ശരിയായ ഭക്തിഭാവമുണ്ടെങ്കിൽ ഉണ്ടാക്കി തീർക്കാനായിട്ട് സാധിക്കുന്ന. അപ്പം അതുകൊണ്ട് ഹരിമന്ദിരങ്ങളൊക്കെ വൃത്തിയാക്കുക, ക്ഷേത്രഭാവ വേണ്ട തരത്തിൽ വൃത്തിയാക്കിയതിന് ശേഷം അവിടെ ഇരുന്ന് നാമം ജപിക്കാനും ഈശ്വരൻ്റെ ഗുണഗണങ്ങളെയൊക്കെ വേണ്ട തരത്തിൽ ഈരണം ചെയ്യാനുമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാ തരത്തിലുള്ളതായ നന്മയും ജീവൻ ഉണ്ടാക്കി തീർക്കാനായിട്ട് സാധിക്കുന്നു എന്ന് കാണിക്കാം. ഇപ്പോൾ പാണ്ഡവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ദ്രോഹത്തെ ചെയ്തുകൊണ്ടിരുന്നതായ ആൾക്കാരാണല്ലോ കൗരവന്മാരും ദുര്യോധനാദി കാര്യങ്ങളെല്ലാവരും. അപ്പം അത്തരത്തിലുള്ളതായ കാര്യങ്ങളെ കൊണ്ടിട്ട് ഭീഷ്മദ്രോണാദികളെ കൊണ്ടിട്ടൊക്കെ വളരെയധികം കെടുതികൾ യുദ്ധത്തിലും മറ്റ് സാഹചര്യത്തിലും എല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വന്നാലും ആരാണ് വാസ്തവത്തിൽ പാണ്ഡവന്മാരെ അനുഗ്രഹിച്ചിട്ടുള്ളത്? ഭഗവാനല്ലേ അനുഗ്രഹിച്ചിട്ടുള്ളതെന്ന്. അതുപോലെ പ്രഹ്ലാദനെ എടുത്തു നോക്കൂ. അദ്ദേഹത്തിന് ഏതെല്ലാം തരത്തിലുള്ളതായ ക്ലേശങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ളതായ ഗുണഗണങ്ങളോടും കൂടിയിട്ട് ജന്മസിദ്ധമായിട്ട് കഴിവുകോട് കൂടിയിട്ടാണ് ഈ ഭൂസ്പർശം ചെയ്തിട്ടുള്ളതെങ്കിലും അച്ഛൻ പോലും അവനിൽ ദോഷാരോപണം ചെയ്യുകയും അവനെ നിഗ്രഹിക്കാനുള്ളതായ കാര്യങ്ങൾ പോലും കിങ്കരന്മാരോട് ചെയ്യുകയൊക്കെ ചെയ്ത സമയത്ത് അതുകൊണ്ട് അച്ഛന് മരിക്കേണ്ടതായിട്ട് വന്നു. ത്രിലോക ചക്രവർത്തിയായിരിക്കുന്ന അച്ഛന് മരിക്കേണ്ടതായിട്ട് വന്നു. അവരെയും ആരാണ് രക്ഷിച്ചിട്ടുള്ളത്? ഭഗവാൻ തന്നെയല്ലേ രക്ഷിച്ചിട്ടുള്ളതെന്ന്. അതുപോലെ ഗോപസ്ത്രീകളെ നോക്കൂ. അവരനന്യ ഭക്തകളായിട്ട് ഭഗവാന്റെ കൂടെ കൂടിയെങ്കിലും സ്വല്പം കഴിഞ്ഞപ്പോൾ എന്തു വന്നു? അഹങ്കാരമുണ്ടായിന്ന്. ഞങ്ങളുടെ പരിധിക്ക് നിൽക്കുന്ന ആളാണ് ഭഗവാൻ എന്നുള്ള ചിന്ത വന്നതോടു കൂടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവരിൽ നിന്ന് സ്വല്പം അങ്ങോട്ട് മാറി നിന്നു, നിലീനരായിട്ട് നിന്നു. അപ്പം അങ്ങനെ മാറി നിന്നതോടു കൂടിയിട്ട് അവരെ സർവത്ര അന്വേഷിക്കുന്നുണ്ട്. കാണുന്ന കിളികളോട് ചോദിക്കുന്നുണ്ട്, വൃക്ഷങ്ങളോട് ചോദിക്കുന്നുണ്ട്, ലതകളോട് ചോദിക്കുന്നുണ്ട്, കണ്ടുവോ കണ്ണനെ കണ്ടുവോ കണ്ണനെ കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും ഒരു മറുപടിയില്ല. ദൂഷ്ണിയും ബഭൂവ. എല്ലാവരും ആ സന്ദർഭത്തെ അനുസ്മരിക്കുകയാണ്. കണ്ണനെ കാണണമെന്നുള്ള ജിജ്ഞാസ ഉണ്ടായെന്നല്ലാതെ അവരാരും അതിന് മറുപടി പറയാനില്ല എന്ന്. അതോടുകൂടി ഗോപികമാരിനിപ്പോൾ ആരോടാ ചോദിക്കുക? ആകെ കഷ്ടത്തിലായിണ. അപ്പോൾ കാര്യം നടക്കണമെങ്കിൽ കണ്ണൻ തന്നെ വിചാരിക്കണം. അത് കണ്ണനോട് തന്നെ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ള തരത്തിലാണ് ആ ഗോപികാഗീതമൊക്കെ ഭഗവാൻ അല്ലെങ്കിൽ ഗോപികമാർ ചൊല്ലുന്നത്. എന്താണ്? തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം വിഗൃണന്തി തേ ഭൂരിതാ ജനാ. തവ കഥാമൃതം, അവിടുത്തെ കഥാമൃതം പാനം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ദുഃഖിതരായിരിക്കുന്ന ആൾക്കാർ, ആർത്തന്മാരായിരിക്കുന്ന ആൾക്കാർ ആർത്തനാശനായ നിന്നെ ആശ്രയിക്കുന്നതായിട്ട് കാണാം. കണ്ണാ, ഞങ്ങൾ അങ്ങനെയാണ് നിന്നെ ആശ്രയിച്ചിട്ടുള്ളത്. അതുപോലെ അഖിലദേഹിന മന്ദരാത്മദൃഗ്, എല്ലാ ജീവരാശികളുടെയും മന്ദരാത്മദൃക്കായിട്ട് എല്ലാവരെയും എന്തെല്ലാമാണോ അവരിലുള്ളത് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് കണ്ണൻ. ഇപ്പം നമ്മൾ പലതും ഗോപ്യമാക്കി വയ്ക്കാം. ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ കാണില്ല എന്നുള്ള തരത്തിൽ ഒളിച്ചു വെച്ചാൽ അവരുടെ മുഖം പറയും ഇന്നതാണ് ഉള്ളിലിരിക്കുന്നതെന്ന് പറയുന്ന. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതായ വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ഭാവമാണ് കണ്ണന്. അതുകൊണ്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നതായ ഞങ്ങളെ ഇങ്ങനെ കത്തിയില്ലാതെ കണ്ടിട്ട് കുത്തുന്നത് പോലെ വേദനിപ്പിക്കരുത്. ഞങ്ങൾ മനോവ്യഥ അനുഭവിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ വ്യഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. അതിന് നീ മാത്രമാണ്
കാരണമായിരിക്കുന്നതിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ, പ്രയത്നം കൊണ്ട് മാത്രം സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ള തരത്തിൽ പൂർണ്ണമായ ശരണാഗതി അവിടെ ചെയ്യുന്നു. അപ്പോൾ പരിശ്രമം കൊണ്ട് മാത്രം നമുക്ക് കാര്യം സാധിക്കുകയില്ല. ഈശ്വരപ്രാപ്തി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. പ്രാരബ്ധം എത്ര ശക്തമാണോ അതുവരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ പരിശ്രമം ചെയ്യുകയാണെങ്കിൽ കാലം കൊണ്ട് ആ പ്രാരബ്ധത്തിൻ്റെ ക്ഷയമുണ്ടാകുന്നതനുസരിച്ച് ഭഗവത് ദർശന ഭാഗ്യം നമുക്കുണ്ടാക്കി തീർക്കാനായിട്ട് സാധിക്കും. ഒരു വഴിക്ക് പോകുന്ന സമയത്ത് ശ്രീരാമചന്ദ്രനൊക്കെ സീതാന്വേഷണം, അല്ലെങ്കിൽ ആഞ്ജനേയ സ്വാമികൾ സീതാന്വേഷണത്തിന് പോകുന്നതൊക്കെ നമുക്കറിയാം. പോകുന്ന സമയത്ത് സുരസയും മൈനാകവും ഒക്കെ വന്നിട്ട് പലതും പറയുന്നുണ്ട്, വിശക്കുന്നുണ്ട്, ഞങ്ങളെ ഭക്ഷണം വേണം, എന്നെയാണ് കഴിക്കാൻ പോകുന്നതൊക്കെ തരാം, പക്ഷേ കാത്തിരിക്കൂ, ഞാൻ പോകുന്ന കാര്യം കഴിഞ്ഞിട്ട് കാര്യഗ്രഹണപ്പെടുക, കാര്യം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാം എന്ന് പറയാം. അപ്പം അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് യാത്ര? ഇതൊരു യാത്രയിലാണ് എന്ന് നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പം കഴിഞ്ഞ വർഷത്തേക്കായാലും 365 ദിവസത്തെ പഴക്കം നമുക്ക് വന്നിരിക്കണമെന്നാണ്. അപ്പോൾ അതിങ്ങനെ കൂടിക്കൂടി വരികയല്ലാതെ ഒരിക്കലും കുറയുന്നില്ല. അങ്ങനെ അങ്ങോട്ട് പോയാൽ എവിടം വരെ പോവാം? 36,500 വർഷം വരെ എന്ന് പറഞ്ഞാലോ 100 വയസ്സ് വരെ വേണേൽ പോവാമെന്ന്. അപ്പം എത്ര പേരുണ്ട് അങ്ങനെയുള്ളവർ നമ്മുടെ അടുത്ത്? അപ്പം അങ്ങനെയുള്ളതാണ് ഒരു യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കിയിട്ട് ആ യാത്രയിലെ ലക്ഷ്യബോധത്തോടു കൂടിയിട്ട് കാര്യഗ്രഹണ പദ്ധതിയോട് കൂടിയിട്ട് യാത്ര ചെയ്യാനായിട്ട് ഇറങ്ങണം. അല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലോ നായ്ക്കളും പശുക്കളും ഒക്കെ നടക്കുന്നത് പോലെ നമ്മളും ഗ്രാമ്യ പശുക്കളെ പോലെ ലോകത്തിലുള്ളതായ കാര്യങ്ങളൊക്കെ അശിച്ചിട്ടും അതിൻ്റെ ദുഃഖതമായ അനുഭവങ്ങളെ ഉൾക്കൊണ്ടിട്ടുമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞുകൂടുമെന്നല്ലാതെ പരിദേവനങ്ങളും പരാധീനതകളും പരദൂഷണങ്ങളുമൊക്കെ ആയിട്ട് കൂട്ടം കൂടിക്കൊണ്ടങ്ങ് പോകുന്നല്ലാതെ കണ്ട് എന്തെങ്കിലും നമുക്ക് നേടാനായിട്ട് സാധിക്കണം. അപ്പം അതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കുന്നതാണെന്ന് മനസ്സിലാക്കി നമ്മുടെ വഴി എന്താണ്, ഞാൻ ഏത് രീതിയിലാണ് സഞ്ചരിക്കേണ്ടത്, എനിക്ക് എത്ര കാലം ലോകത്തിരിക്കാനായിട്ട് സാധിക്കും, ജീവിതം കൊണ്ട് നേടേണ്ടത് എന്താണ്, ആ വസ്തു എന്താണോ, വാസ്തവമായിട്ടുള്ളത് എന്താണോ, ശിവതമായിട്ട് മംഗളപരമായിട്ട് എന്താണോ ഉള്ളത്, അതിനെ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മനുഷ്യജന്മത്തോടു കൂടി സഞ്ചരിക്കുന്നുള്ളതായ അവബോധത്തോടു കൂടി സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമുക്ക് വരിക്കാൻ സാധിക്കും. അതല്ലെങ്കിലോ നമ്മൾ വഴിയിൽ തളർന്നു വരുന്നതായ സാഹചര്യം, ഒന്നും നേടിയില്ല എന്നുള്ളതായ പരിദേവനത്തോടു കൂടിയിട്ടിരിക്കേണ്ടതായ സന്ദർഭം, അങ്ങനെ ശോകമുഖമായ അന്തരീക്ഷത്തോടു കൂടിയിട്ട് അങ്ങനെയുള്ള കൂട്ടരുടെ ഇടയ്ക്ക് നിന്ന് നമുക്ക് ഇവിടുന്ന് വിട്ടുപോകേണ്ടതായിട്ട് വരുന്നു. പോയാലോ അതനുസരിച്ചുള്ളതായ ശോകമൂലമായ അന്തരീക്ഷത്തിൽ വീണ്ടും നമുക്ക് ജനിക്കേണ്ടതായിട്ട് വരും. അപ്പം ജനമൃതി ശമനനായിരിക്കുന്ന ഭഗവാനെ, സർവാന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതം കിട്ടിയിട്ടുള്ളതെന്നുള്ളതായ സ്വാഭിമാനത്തോടു കൂടി തലയെടുപ്പോട് കൂടിയിട്ട് നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ ഭഗവാന്റെ സവിധത്തിൽ നമുക്കെത്താൻ, എല്ലാ ജീവരാശികളുടെയും ഭഗവാന്റെ രൂപാന്തരങ്ങളാണ് എന്നുള്ള തരത്തിൽ മനസ്സിലാക്കി അവരെയൊക്കെ സേവിക്കാനും സേവാമാനസ ലാലസരായിട്ട് ലോകത്തിൽ കഴിഞ്ഞുകൂടാനുമുള്ളതായ ഉണ്ടാക്കാനായിട്ട് കഴിയും. അതിന് ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം. നമ്മൾ വിചാരിച്ചത് കൊണ്ട് മാത്രമാവുകയില്ലാണ്. അതുകൊണ്ട് ആ ഒരു ചിത്തസംസ്കാരത്തോട് കൂടിയിട്ട് മുൻപോട്ട് പോകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളത്. അതിന് ക്ഷേത്രങ്ങൾ നമ്മളെ സഹായിക്കും, ഭഗവാന്റെ മന്ത്രങ്ങൾ നമ്മളെ സഹായിക്കും, അതുപോലെ തന്നെ മഹാത്മാക്കളെ രചിക്കപ്പെട്ടതായ കീർത്തനങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ നമ്മളെ സഹായിക്കും. അപ്പം ആ ഒരു ഭാവനയോടുകൂടി അതിലേക്കൊക്കെ ഒന്ന് കടത്തിവിടുക നമ്മുടെ ദൃഷ്ടി. അതിൽ നിന്ന് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുക. പഴഞ്ചനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തള്ളിക്കളയാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് വാസ്തവത്തിൽ ചെയ്യാനായിട്ടുള്ളതെന്ന്. അപ്പം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെല്ലാം നമുക്ക് ഉണ്ടായാൽ കൂടി വീണ്ടും നമ്മുടെ സന്ദേഹം വാസ്തവത്തിൽ തീരുന്നില്ല എന്നതാണ് വസ്തുത. അപ്പം അതിന് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്ത് കാണാൻ കഴിയും?
യുധിഷ്ഠിരൻ്റേതായ ജീവിതത്തെ നമുക്ക് കാണാൻ കഴിയുന്ന. അപ്പോൾ യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം അപ്പം അദ്ദേഹം ധർമ്മത്തിൻ്റെ മകുടമണിയാണ്. ധർമ്മത്തിൽ നിന്നാണ് പോലും ചലിക്കാതെ കണ്ട് ജീവിക്കുന്ന സ്വഭാവവാനായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തെല്ലാം തരത്തിലുള്ളതായ അപജയങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടും സഹോദരങ്ങൾ പോലും പറയുന്നുണ്ട്, ജ്യേഷ്ഠൻ്റെ വെടുപ്പുകേട് കൊണ്ടാണ് നമുക്ക് കാനനവാസവും ഇത്തരത്തിലുള്ളതായ അജ്ഞാതവാസവും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നതായിട്ട് കാണാം. എല്ലാ തരത്തിലുള്ളതായ കാര്യശിക്ഷയുള്ള ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് മാത്രം കഴിയുന്ന, ഭഗവാൻ ശരണം എന്നുള്ള തരത്തിൽ കഴിയുന്നവർക്കും ജീവിതത്തിൽ പലതരത്തിലുള്ളതായ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വന്നതായിട്ട് കാണാം. ആ ക്ലേശങ്ങളൊക്കെ വന്നപ്പോഴും സത്യം ധർമ്മം ച ശാശ്വതം എന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ട് മാത്രമാണ് യുധിഷ്ഠിരൻ പണ്ഡിതരുടെ ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ ജ്യേഷ്ഠനായിരിക്കുന്ന അദ്ദേഹം നിന്നിട്ടുള്ളതെന്ന് കാണാം. അപ്പം അങ്ങനെ കഴിഞ്ഞുകൂടുന്നതായ സമയത്ത് സന്ദർഭത്തിലാണ് ഒരു ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥ വരുന്നുണ്ട്. അതുപോലെ ഭഗവാൻ തന്നെ ദൂതന് പോയിട്ട് പറയുന്നുണ്ട്, അവർക്ക് കഴിഞ്ഞുകൂടാനൊരു വീടെങ്കിലും കൊടുക്കുക, ഒരു ഗ്രാമമെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായ കാര്യങ്ങളെങ്കിലും കൊടുത്ത് അവരെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടും അതിന് പോലും നിൽക്കാതെ കണ്ടിട്ടും കൗരവന്മാർ ഉപദ്രവിക്കുന്നതായ സാഹചര്യമൊക്കെ ഉണ്ടായതോടുകൂടി എന്തു സംഭവിച്ചു? യുദ്ധത്തിൻ്റെ സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടായി യുദ്ധത്തിൽ വിജയം വരിക്കാനുള്ളതായ അവസരവും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ വിജയശ്രീലാളിതനായിട്ടൊക്കെ കഴിയുന്നുണ്ട് പാണ്ഡവന്മാർ. ആ രാജ്യത്തിൻ്റെ ശരിയായ അവകാശികൾ അവരായിരുന്നെങ്കിലും അതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടെങ്കിലും ആ ശത്രുക്കളെ നിഗ്രഹിച്ചുകൊണ്ട് അതിനുള്ളതായ സാഹചര്യങ്ങൾ കിട്ടിയതായ സന്ദർഭത്തിലും യുധിഷ്ഠിരൻ എന്താണ് ചിന്തിച്ചത്? തൻ്റെ ഒരു സങ്കല്പമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു പിടി മണ്ണിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ യുദ്ധത്തിന് പോയതിൻ്റെ ഫലമായിട്ട് എത്ര ആൾക്കാർക്ക് മരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, എത്ര സ്ത്രീകൾ വിധവകളായിട്ട് തീർന്നിട്ടുണ്ട്, എത്ര മൃഗങ്ങളെ ജന്തുജാലങ്ങളെ കൊല്ലേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, എത്ര സ്തംഭാരങ്ങൾ നശിക്കാൻ സമ്പത്ത് നശിക്കാനായിട്ടിടയായിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കാം. വാസ്തവത്തിൽ ആ ചിന്തയ്ക്ക് അവിടെ അവകാശമുണ്ടോ? ഇതിനെല്ലാം സാക്ഷീഭൂതനായിട്ട് ഭഗവാൻ അവിടെയുണ്ട്. സാമം ദാനം ഭേദം ദണ്ഡം എന്നുള്ള തരത്തിൽ ദണ്ഡനീതിക്ക് അനുസരിച്ചുള്ളതായ കാര്യങ്ങളെല്ലാം ഭഗവാൻ ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. എന്താണ് കാരണം? സത്യവും ധർമ്മവും ഇവിടെ വിജയിക്കണം. ആ ഒരു സങ്കല്പത്തിനനുസരിച്ചിട്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ എന്തിനാണ് അവതാരമെടുക്കുന്നത്? സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അവതാരമെടുത്ത ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ നേടാനായിട്ട് കഴിഞ്ഞ സമയത്ത് ഈ യുധിഷ്ഠിരൻ തിരിഞ്ഞു നോക്കുക, വാസ്തവത്തിൽ അതിനൊരു അവകാശമില്ലാന്ന്. അപ്പോൾ ഓരോ ഗ്രാമങ്ങളും ഓരോ ക്ഷേത്രങ്ങളായിട്ട് മാറണം, അല്ലെങ്കിൽ ആ ദേവതയുടെ സാന്നിധ്യം കൊണ്ട് പാവനമായിട്ട് തീരണം എന്നുള്ള സങ്കല്പത്തോട് കൂടിയിട്ടാണ് പൂർവികന്മാരായിരിക്കുന്ന ആൾക്കാർ, ഉത്തമന്മാരായിരിക്കുന്ന ആൾക്കാർ അവരുടെ സമ്പത്തും സാഹചര്യങ്ങളൊക്കെ വിനിയോഗിച്ചുകൊണ്ട് ഉത്തമന്മാരായ വലിയ കർമ്മങ്ങളെ ചെയ്യുന്നവരെ കൊണ്ട് ഇത്തരത്തിലുള്ളതായ ക്ഷേത്രങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം അതിനെ അതിൻ്റേതായ ഭാവനതയോട് കൂടിയിട്ട് കാണാനും ആരാധിക്കാനും ആശ്രയിക്കാനും ഒക്കെ ഉള്ളതായ സംസ്കാരം നമുക്കുണ്ടെങ്കിലോ ആ ക്ഷേത്ര ദേവതയുടെ ചൈതന്യം കൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം അവിടെ ഉണ്ടാവും. അതല്ലെങ്കിലോ നമ്മൾ എന്തൊക്കെയുണ്ടെങ്കിലും ഒരു കുറവ് നമ്മളെ ബാധിക്കുന്നതായിട്ട് കാണാം. ഏതായാലും ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് എവിടേക്ക് പോയി പലരോടും അന്വേഷിക്കുന്നുണ്ട്, പല കാര്യങ്ങളുമൊക്കെ ചിന്തിച്ചെങ്കിലും അശ്വമേധാദി യാഗങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് കഴിയുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ളതായ ഈ പാതകങ്ങൾക്ക് അശ്വമേധാദി യാഗങ്ങളെ കൊണ്ടിട്ട് പോലും
ഒരു രക്ഷയുമില്ല എന്ന് സ്വയം ചിന്തിക്കുകയും അതുകൊണ്ടല്ലയോ കണ്ണ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അറിയുന്നില്ല, ഈ സന്ദർഭത്തിൽ ഞാൻ അങ്ങേയറ്റത്തെ വ്യതിത ഹൃദയനായിട്ട് തീരുകയാണ്, അതുകൊണ്ട് എൻ്റെ വ്യഥയെ ചേർത്തുകൊണ്ട് അവിടുന്ന് അനുഗ്രഹിക്കണം എന്നുള്ള തരത്തിൽ ഭഗവാനെ ആശ്രയിക്കുകയാണ് യുധിഷ്ഠിരൻ ചെയ്തിട്ടുള്ളതെന്ന്. ഭഗവാൻ ആശ്രയത്വമുണ്ട്, ഭഗവാനാണ് ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സദാപി നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഭഗവാൻ തന്നെ മുൻപിൽ തന്നെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊരു സന്ദേഹം അവിടെ യുധിഷ്ഠിരന് ഉണ്ടായി എന്ന് കാണിക്കും. അപ്പം അതുതന്നെയാണ് വാസ്തവത്തിൽ നമ്മളുടെയും ജീവിതം. ആ തസ്യ സന്നിധി മാത്രേണ, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടിട്ടാണ് ഈ ഒരു ജീവൻ നിലനിൽക്കുന്നത്, അത് കരചരണാദി അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്, അതനുസരിച്ചുള്ളതായ കാര്യങ്ങൾ ഏർപ്പെടാനൊക്കെ നമുക്ക് കഴിയുമെങ്കിലും അതിനെ പലപ്പോഴും വിസ്മരിച്ചുകൊണ്ടല്ലേ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഈ വിസ്മൃതിയാണ് വാസ്തവത്തിൽ നമുക്കുണ്ടാവുന്ന ദോഷദൂഷിതമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പം ജ്ഞാനം നരാണാം അധികോ വിശേഷോ ജ്ഞാനേന ഹീന പശുഭി സമാന. പരമാർത്ഥമായ ജ്ഞാനം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും വിശേഷമായിട്ടിരിക്കുന്നത്. അത് മറന്നുപോയാലോ അതനുസരിച്ചിട്ട് പശുഭി സമാന, മൃഗങ്ങൾക്ക് തുല്യരായിട്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. പിന്നെ ഓരോ ദിവസത്തെയും കലിപുരാണം പ്രഭാതത്തിൽ കാണുന്ന സമയത്ത് നമുക്കറിയാം, അല്ലെങ്കിൽ പേപ്പറും മാധ്യമങ്ങളൊക്കെ വരുന്ന സമയത്ത് കാണാം, എന്തെല്ലാം അപജയങ്ങളാണ്. മൃഗങ്ങൾ പോലും ചെയ്യാത്ത തരത്തിലുള്ളതായ അനർത്ഥജടിലമായ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും, അല്ലെങ്കിൽ കേൾക്കേണ്ടതായിട്ട് വരുന്നു. ഇതെല്ലാം ആ ശരിയായ അവബോധമില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ്, അജ്ഞാനജന്യമായ കാര്യങ്ങളുടെ ഫലമായിട്ടാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നതെന്ന്